ഉദ്ദിത ദൈവമേ രക്ഷക സമാധാനമേ ഡെയിലി വിത്ത് ഗ്രേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും ഉള്ള ഒരു സ്വാർത്ഥതാ മനോഭാവമാണ് എപ്പോഴും നമ്മുടെ കൂടെയുള്ളവർ നമ്മളോട് തന്നെ ആയിരിക്കണം, അവർ നമ്മൾ വേർവിട്ട് പോകരുത്, നമ്മുടെ ഒത്തു തന്നെ ഫലം പുറപ്പെടുവിക്കണം. നമ്മളിൽ നിന്നെങ്ങാനും മാറിപ്പോയാലോ അവൻ്റെ കാര്യം കട്ടപ്പോകുക, എല്ലാ ആനുകൂല്യങ്ങളും എടുത്തു കളയും. ഇതൊരു സ്വാർത്ഥത മനോഭാവമല്ലേ? ഒരിക്കൽ ഒരു മനുഷ്യൻ നല്ല വിലവെടുപ്പ് തരുന്ന, ഒത്തിരി പണം തരുന്ന ഒരു നല്ല മരം നട്ടുപിടിപ്പിച്ചു. അത് നല്ലൊരു ഫ്രൂട്ട്സ് നൽകുന്ന മരമായിരുന്നു. അദ്ദേഹം ആ മരം നട്ടപ്പോൾ ഒത്തിരി പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം എൻ്റെ കൂടെ തന്നെ ആയിരിക്കണം, എപ്പോഴും ഇതിൽ നിന്നുള്ള ഫലം പുറപ്പെടുവിക്കണം, ഏറ്റവും കൂടുതൽ വില കിട്ടണം, വേറെ ആർക്കും അതിൻ്റെ വില ലഭിക്കാൻ പാടില്ല, കാരണം ഞാൻ സാമ്പത്തികമായിട്ട് ഒത്തിരി വളരണം. അദ്ദേഹം നട്ട ആ മരം നന്നായിട്ട് വളർന്നു വന്ന് അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? അത് നല്ല ഫലവത്തായി നിൽക്കുവാൻ, അടിത്തറയിൽ ഉറച്ചു നിൽക്കുവാൻ ചുറ്റും നല്ല കല്ലെല്ലാം കെട്ടി, മണ്ണൊക്കെ നിറച്ച്, അതുപോലെ തന്നെ വളർന്നു വന്നപ്പോൾ തന്നെ നല്ല കയറൊക്കെ കെട്ടി നല്ല വൃത്തിക്ക് ആ മരം ഇങ്ങനെ വളർന്നു വരികയാണ്. ഒത്തിരി ഫലം പുറപ്പെടുവിച്ച മരമായിരുന്നത്. അദ്ദേഹം വിപണിയിൽ പോയപ്പോൾ ഒത്തിരി പണം അത് ആ മരത്തിൻ്റെ ഫ്രൂട്ടിലൂടെ അദ്ദേഹം ലഭിക്കുകയും ചെയ്തു. കുറച്ച് നാളുകൾ കഴിഞ്ഞു. അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. ആദ്യം ഈ മരത്തിൻ്റെ ശിഖരങ്ങളൊന്നും ഒരു സ്ഥലത്തേക്കും മാറി നിന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മരത്തിൻ്റെ ശിഖരം തൊട്ട് അയൽപക്കത്തുള്ള അതിർത്തി കടന്ന് അത് അയൽപക്കത്തുള്ള ഭാഗത്തേക്ക് വളർന്നു തുടങ്ങി. അയൽപക്കത്തുള്ള ഭാഗത്തേക്ക് വളർന്ന ആ ശിഖരത്തിൽ ഒത്തിരി ഫ്രൂട്ടുകളുണ്ടായി, ഒത്തിരി പഴങ്ങളുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ മനസ്സിലുടനെ ചിന്തിച്ചു, എനിക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കുന്നു, മാത്രം എൻ്റെ കൂടെ ഇത്ര നാളും കൂടെ തിന്ന മരം എന്തുകൊണ്ടും അങ്ങോട്ട് ചാഞ്ഞു. അദ്ദേഹം എന്തു ചെയ്തു? അത് ആ മരത്തിലുണ്ടായിരുന്ന എല്ലാ സപ്പോർട്ടും എടുത്തു മാറ്റി, ചുറ്റുള്ള കല്ലൊക്കെ എടുത്തു മാറ്റി, കെട്ടിവെച്ച കയറൊക്കെ മുറിച്ച് കളഞ്ഞു, ആ മരത്തിലെല്ലാം സപ്പോർട്ട് എടുത്തു മാറ്റി. അതുകൊണ്ട് ആ മരത്തിന് നല്ല രീതിയിൽ വളരാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരെ എപ്പോഴും നമ്മൾ പരിപാലിക്കും, സ്നേഹിക്കും. എന്നാൽ ആ സ്നേഹം മറ്റുള്ളവർ കൊടുക്കുവാൻ ഒന്ന് പരിശ്രമിച്ചാൽ അദ്ദേഹം നമുക്ക് വേണ്ട വ്യക്തിയാകാതെ മാറും, വേണ്ടാത്ത വ്യക്തിയായി തീരും. എന്നാൽ ആ സമയത്ത് നമ്മുടെ ജീവിതം ശ്രദ്ധിക്കേണ്ടത്, എല്ലാം അറിയുന്നവൻ, എല്ലാം സൃഷ്ടിച്ചവൻ, എല്ലാം കരുതുന്നവനായ കർത്താവിലേക്ക് നിങ്ങൾ ആശ്രയം ഏർപ്പിച്ച് ഏത് തരത്തിലുള്ള സപ്പോർട്ടുകളും വേദിച്ചാലും അവനെല്ലാം അധികാരമുണ്ട്, അവൻ്റേതാണ് സർവ്വസമ്പത്തും, അവൻ്റേതാണ് സർവ്വശക്തിയും എന്ന് മനസ്സിലാക്കി ആ ദൈവത്തിലേക്ക്, ക്രിസ്തുവിലേക്ക് നിങ്ങളൊന്ന് കണ്ണോടിച്ചാൽ, അവനോട് ചേർന്ന് നിന്നാൽ എല്ലാ സപ്പോർട്ടും കിട്ടും. ആ സപ്പോർട്ടിന്